പിണറായി വിജയൻ എൻ.കെ. പ്രേമചന്ദ്രനെ പരനാറി എന്ന് വിളിച്ച് എം.എ. ബേബിയെ തോൽപ്പിച്ചു കളഞ്ഞു എന്നാണല്ലോ നാട്ടുകാർ പറയുന്നത്. എന്നാൽ CPIM യോഗം കൂടി പരനാറി വിളി ബേബിയുടെ വോട്ട് വർദ്ധിപ്പിച്ചു എന്ന് കണ്ടെത്തി. ആ വാക്ക് ഇനിയും ഉപയോഗിക്കും എന്നും പിണറായി പ്രഖ്യാപിച്ചു. എന്നാൽ കേട്ടവർ സത്യം മനസ്സിലാക്കാതെ പിണറായിയുടെ മേക്കിട്ട് കയറുകയാണ്. കവിയായ സാക്ഷാൽ ചെമ്മനം ചാക്കോ പറയുന്നത് പരനാറിക്ക് അപ്പുറത്ത് പിണനാറിയുടെ നിർവചനമാണ്. ഇടതുപക്ഷ പ്രസ്ഥാനത്തെ തകർത്ത് തരിപ്പണമാക്കാൻ ശ്രമിച്ച പിണറായി വിജയനാണ് രാഷ്ട്രീയത്തിൽ പരനാറി. അയാൾക്ക് അർഹിക്കുന്ന, അയാളെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു പദം ഉപയോഗിച്ചു എന്ന് മാത്രമേ ഞങ്ങൾ അതിനെക്കുറിച്ച് കാണുന്നു. പിണറായി വിജയനാണ് രാഷ്ട്രീയത്തിൽ പരനാറി. അയാൾ അർഹിക്കുന്ന ഒരു പദം ഉപയോഗിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് കേരളമാണോ എന്ന് തോന്നിക്കുന്ന രീതിയിൽ കേരളത്തെ ആക്കളി. നമ്മുടെ ഈ പരനാറികളുടെ കേരളമല്ല വേണ്ടത് എന്നർത്ഥം. പിണറായി വിജയനാണ് രാഷ്ട്രീയത്തിൽ പരനാറി. അയാൾ അർഹിക്കുന്ന ഒരു പദം ഉപയോഗിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ രാഷ്ട്രീയത്തിലെ പരനാറികളുടെ കേരളം നമ്മൾ മാറ്റിയെടുക്കുവാൻ പോലീസുകാർക്കേ കഴിയൂ. പിണറായി വിജയനാണ് രാഷ്ട്രീയത്തിൽ പരനാറി. അയാൾ അർഹിക്കുന്ന ഒരു പദം ഉപയോഗിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത്. പരനാറിയല്ല, പരനാറി എന്ന് പറഞ്ഞാൽ പരമനാറി. പരമനാറിയല്ല, അതിലും നല്ലൊരു പദം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്നു എന്ന് പറയുന്നവരെ, അവരെ വിശേഷിപ്പിക്കാൻ പദം പ്രയോഗിക്കുമ്പോൾ ചെറ്റ എന്നാണ് പറയുക. ചെറ്റത്തരം ചെയ്യുന്നവർക്ക് മാത്രമേ ചെറ്റത്തരം കൊണ്ട് ഉള്ള ആ പദത്തിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാവും. അത് ഈ ശവത്തിൻ്റെ മണമാണ് ഏറ്റവും വലിയ മണം. ശവത്തിൻ്റെ മണം. ശവത്തിന് ഒരു പണമുണ്ട്, മറ്റൊരു പര്യായമുണ്ട്, പിണം. അതുകൊണ്ട് പിണനാറി എന്ന് പറയണം. പിണനാറികളാണ് ഇന്ന് കേരളത്തിൽ ഭരിക്കുന്നത്. നാറിയ നിലപാട് സ്വീകരിച്ച പരനാറി ആരാണെന്നുള്ളതിനെ സംബന്ധിച്ച് പിണറായി വിജയൻ പറഞ്ഞ് എം.എ. ബേബിയാണെന്ന് പറഞ്ഞു. അയാൾ അർഹിക്കുന്ന ഒരു പദം ഉപയോഗിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത്. ശവത്തിന് ഒരു പണമുണ്ട്, മറ്റൊരു പര്യായമുണ്ട്, പിണം. അതുകൊണ്ട് പിണനാറി എന്ന് പറയണം. പിണനാറികളാണ് ഇന്ന് കേരളത്തിൽ ഭരിക്കുന്നത്. അപ്പോൾ പിണനാറികളുടെ പത്രക്കാരുണ്ടെങ്കിൽ നാളെ ഈ പദം പ്രചരിപ്പിക്കണം. നമ്മുടെ കേരളം പരനാറികളുടെ കേരളമല്ല, പിണനാറികളുടെ കേരളമായിരിക്കുന്നു എന്ന് പറയണം. ഇതിലും വല്ലതും വിളിച്ചിരുന്നെങ്കിൽ എം.എ. ബേബി വിജയിച്ചേനെ എന്ന അഭിപ്രായവും സഖാക്കൾക്ക് ഉണ്ടത്രേ. എന്തായാലും സംസ്ഥാനത്ത് കരസ്ഥമാക്കിയ വമ്പൻ വിജയം ചരിത്രമാണ് എന്നുകൂടി പാർട്ടി കണ്ടെത്തി. അതിൽ ഏറ്റവും പ്രധാനം 5 സ്വതന്ത്രന്മാരുടെ കാര്യമാണ്. ഇതിൽ 3 പേർ അമ്പയെ പൊട്ടിപ്പോയത് പിണറായി അവിടെ ചെന്ന് തെറി വിളിക്കാത്തത് കൊണ്ടാണെന്നും പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം നിരീക്ഷിക്കുന്ന യഥാർത്ഥ നിരീക്ഷകരായ നിങ്ങളിൽ പലർക്കും ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ആദ്യഘട്ടം നേരത്തെ UDFനെ പിന്താങ്ങിയ ഒരു വിഭാഗമടക്കം പൂർണ്ണമായും നിശ്ചലമായിരുന്നു. ഒരുതരം സ്തംഭനാവസ്ഥയിലായിരുന്നു. പ്രത്യേകിച്ച് മതന്യൂനപക്ഷത്തിലെ മുസ്ലിം വിഭാഗം. സാധാരണ നേരത്തെയുള്ള കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളുടെയൊക്കെ അനുഭവമെടുത്താൽ വല്ലാതെ ഹാലിളകി LDFനെ എതിർക്കാൻ വരുന്ന വിഭാഗമായിരുന്നു അത്. എന്നാൽ ഒരിടത്തും ഒരു ഹാലിളക്കവും ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടിരുന്നില്ല. അത് UDFനെയും UDF വിജയിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നവരെയും പരിഭ്രാന്തിയിലാക്കിയ ഒരു കാര്യമാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മോഡിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിൽ വരാൻ പോകുന്നു എന്ന പ്രതീതി ഉയർന്നു വരുന്ന നിലയുണ്ടായി. ഇനി മുതൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ഹാലിളകുന്നവരെ ഉടൻ പിടിച്ച് ആശുപത്രിയിൽ ഏൽപ്പിക്കേണ്ടതാണ്. എന്നാൽ സ്ഥാനാർത്ഥി സഖാക്കളുടെ വിജയം എളുപ്പത്തിലാക്കാം. ഹാലിളക്കം വേണ്ടവണ്ണം ഇല്ലാത്തതുകൊണ്ട് 2 സ്വതന്ത്രന്മാർ ജയിച്ചു എന്നാണ് പിണറായി പറഞ്ഞു വരുന്നത്. ചാലക്കുടിയിൽ ഹാലിളക്കക്കാർ ഇന്നസെന്റിനെ കണ്ടപ്പോൾ തന്നെ ഓടിക്കളഞ്ഞു അത്രേ. ഇവിടെ LDFന്റെ പിന്തുണയോടെ മത്സരിച്ച 5 സ്വതന്ത്രരാണ് ഉണ്ടായിരുന്നത്. അതിൽ 2 പേര് ജയിച്ചു. 2 മണ്ഡലങ്ങളിൽ നേരത്തെ UDFനുണ്ടായിരുന്ന ഭൂരിപക്ഷം നല്ലതുപോലെ കുറക്കാനായി. പത്തനംതിട്ടയും പൊന്നാനിയും വിജയിക്കാനായില്ല, പക്ഷേ നല്ലതുപോലെ UDFന്റെ ഭൂരിപക്ഷം കുറക്കാനായി. ഇപ്പോൾ ചാലക്കുടിയിൽ ഇന്നസെന്റിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ ഒരു വിഭാഗത്തിൻ്റെയും പ്രത്യേകമായ ഹാലിളക്കം ഉണ്ടായിരുന്നില്ല.
ഇന്നസെന്റിന്റെ സ്ഥാനാർത്ഥിത്വം വന്നപ്പോൾ പൊതുവെ ചാലക്കുടി മണ്ഡലത്തിൽ ഉണ്ടായ ഒരു ഓളമുണ്ട്. അതിനോടൊപ്പം ചാലക്കുടി മണ്ഡലത്തിലെ എല്ലാ വിഭാഗങ്ങളും നിന്നിരുന്നു. അതിൽ മതന്യൂനപക്ഷ വിഭാഗവും, അത് മുസ്ലിം വിഭാഗമായാലും ക്രൈസ്തവ വിഭാഗമായാലും ക്രൈസ്തവ വിഭാഗത്തിലെ വ്യത്യസ്ത സഭകളായാലും എല്ലാം അണിനിരക്കുന്ന നില തന്നെയാണ് ഉണ്ടായിരുന്നത്. ഹാലിളക്കം തീരെ ഇല്ലാതായിരിക്കുകയാണ് സാക്ഷാൽ TJ ചന്ദ്രചൂഡന്. RSP ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ ഒരു പാർട്ടിയോടും രാഷ്ട്രീയ ശത്രുത വച്ചു പുലർത്തേണ്ട എന്ന് തീരുമാനമെടുത്തു. അതുപ്രകാരം കേരളത്തിൽ കോൺഗ്രസിന്റെയും ബംഗാളിൽ CPIM-ന്റെയും കൂടെ നിൽക്കാൻ ഔദ്യോഗികമായി തീരുമാനിച്ചു. CPI-ക്കും ഈ സ്വഭാവം ഉണ്ട് എന്നാണ് അവകാശവാദം. ഇതുവരെ എന്ത് നിലപാടാണോ സ്വീകരിച്ചിരുന്നത് ആ നിലപാട് തുടർന്നും സ്വീകരിക്കുന്നത്. കോൺഗ്രസിനും RSPക്കും നയപരമായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ RSPയുടെ MP ലോക്സഭയിൽ ഏത് നിലപാടായിരിക്കും സ്വീകരിക്കാന്നുള്ളതാണ്. അങ്ങനെ വിഷയങ്ങൾ ഉണ്ടാവുമ്പോൾ ആലോചിച്ച് തീരുമാനിക്കും. MPയെ സമ്മർദ്ദത്തിലാക്കുകയല്ലേ? ME അല്ലാതെ തന്നെ നല്ല സമ്മർദ്ദത്തിലായി പൂര കേട്ടോണ്ടിരിക്കുകയല്ലേ. ഇതിലപ്പുറം ഇനി എന്താ ഒരു സമ്മർദ്ദം വരെ? MP ഇപ്പൊ അതിനൊക്കെ നല്ല പരിചിതരായി പോയി. ഒറ്റ പാർട്ടിയായി ദേശീയ തലത്തിൽ നിൽക്കുമെന്നുള്ള നിലപാടില്ല. അതാണല്ലോ നിലപാട്. ഒറ്റ പാർട്ടിയായി നിൽക്കുമ്പോൾ തന്നെ ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഇപ്പോൾ സാഹു വിശദീകരിച്ചാലുണ്ട്. വിഭിന്ന ഇപ്പൊ തന്നെ നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ഒരിടത്തും ചോദിച്ച് കേട്ടിട്ടില്ല പത്രപ്രവർത്തകർ. ഇപ്പോ CPI പല സ്റ്റേറ്റുകളിൽ പല നിലപാടുകളാണ്. ദേശീയ തലത്തിലൊരു നിലപാടുമുണ്ട്. അതുപോലെ RSPക്കും ആയിക്കൂടെ? ഇപ്പോ ആന്ധ്രയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയാണ് കോൺഗ്രസ് മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഖമ്മം സീറ്റിൽ മത്സരിച്ചതും 10 സീറ്റുകളിൽ അസംബ്ലിയിലേക്ക് മത്സരിച്ചതും. പഞ്ചാബിലും അത് തന്നെ സംഭവിച്ചു, ആസാമിലും അത് തന്നെ സംഭവിച്ചു. ഇവിടെ പലയിടങ്ങളിലും CPM-ഉം CPI-യും തമ്മിൽ നേരിട്ട് മത്സരമാണ്. ഞങ്ങൾ 3 സംസ്ഥാനങ്ങളിൽ ഇതല്ലാതെ മത്സരിച്ചു. അവിടെ ഒറ്റയ്ക്കാണ്. അവിടെ ആന്ധ്രയിലും തമിഴ്നാട്ടിലും അതുപോലെ തന്നെ ബീഹാറിലും മത്സരിച്ചു. അവിടെയൊന്നും ഈ കേരളവും ത്രിപുരയും വിട്ടാൽ പിന്നെ ഇടതുമുന്നണി, കേരളവും ത്രിപുരയും ബംഗാളും വിട്ടാൽ ഇടതുമുന്നണി നിലയിലുണ്ടായിരുന്നില്ല. അതായിരുന്നു ദേശീയ തലത്തിൽ. അങ്ങനെ എല്ലാ സ്ഥലത്തും യൂണിറ്റുള്ള ഒരു മുന്നണി എല്ലാ സംസ്ഥാനങ്ങളിലും, അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. എല്ലാ സംസ്ഥാനങ്ങളിലും യൂണിറ്റുകളുള്ള ഒരു കൊഹസീവായിട്ടുള്ള ഫ്രെയിംവർക്കുള്ള മുന്നണി നേരത്തെയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റിടതുപക്ഷ പാർട്ടികൾ സ്വീകരിക്കുന്ന നിലപാടുകൾ തന്നെയാണ് RSP ഇത്തരം കാര്യങ്ങളിൽ തന്ത്രപരമായി സ്വീകരിക്കുന്നത്. അപ്പോൾ മറ്റ് പാർട്ടികൾ സ്വീകരിക്കുമ്പോൾ അതിന് വലുതായി ആരും ചോദ്യം ചെയ്യപ്പെടുന്നത്. കാരണം എന്താ വെച്ചാൽ അവരുടെ അസ്യൂം ചെയ്യുന്ന വലിപ്പം കൊണ്ടായിരിക്കും. അവർക്ക് അതൊക്കെ ആകാമെന്നായിരിക്കും. RSP ചെയ്യുമ്പോൾ മാത്രമാണ് ഇതൊക്കെ ഒരു വലിയ പാതകമായിട്ട് എണ്ണപ്പെടുന്നത്. ഇമാതിരി പ്രത്യേകതകൾ RSPയെ ആഗോള പാർട്ടിയായി വളർത്തും എന്ന് പ്രതീക്ഷിക്കാം. ചന്ദ്രചൂഡനെയും കൂട്ടരെയും കേരളത്തിൽ കോൺഗ്രസും ബംഗാളിൽ CPIM-ഉം രക്ഷിക്കട്ടെ. ഇനിയൊരു ഇടവേള. അത് കഴിഞ്ഞ് നടേശഗുരുവിന്റെ ഹാലിളക്കം. ഇങ്ങനെ 8 മമ്മൂഞ്ഞാകും ചിലപ്പോൾ. അത് ഇന്ന് തുടങ്ങിയതല്ല, പണ്ടുമുണ്ട് 8 ആനയെ പ്രസവിപ്പിച്ച് ഞാനാണെന്ന് പറഞ്ഞാൽ 8 മഞ്ഞുമഞ്ഞിൻ്റെ സ്വഭാവത്തിലുള്ള അതൊക്കെ നിങ്ങൾ വെണ്ടക്ക അക്ഷരത്തെ അടിക്കുകയും ചെയ്യും.